ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും വെറുതെ കളയുന്ന ഇതുപോലുള്ള വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നമ്മൾ സാധാരണ വെള്ളം വരുന്നതും പിന്നെ അതുപോലെ ഒലിവ് ഓയിലൊക്കെ വരുന്നതൊക്കെ ഇങ്ങനത്തെ വലിയ ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലത്തെ വലിയ ബോട്ടിൽ മാത്രമല്ല കേട്ടോ, ഈ ഒരു ഷേപ്പിലുള്ളത് മാത്രമല്ല, നമ്മൾ സാധാരണ വീട്ടിൽ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഏത് ടൈപ്പ് വലിയ ബോട്ടിൽ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വലിപ്പവും ചെറുപ്പവും അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഉപയോഗം മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബോട്ടിലിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ കറക്റ്റ് നേരെ ഇരിക്കുന്ന ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഷേപ്പ് മാറുന്ന ആ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്തൊന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വേണമെങ്കിൽ വേറെ ഫണലായിട്ടോ അങ്ങനെ എന്തൊക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതങ്ങ് മാറ്റുവാണ്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡുകൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഷേപ്പ് ശരിയായിട്ടില്ല. അപ്പോൾ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കൊന്ന് ഷേപ്പ് ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇപ്പം എന്താ ഷേപ്പൊക്കെ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓയിൽ ഇരുന്ന ഒരു ടിന്നായതുകൊണ്ട് തന്നെ ഞാൻ ഇത് പൊളിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കഴുകിയിട്ടും ആ ഒരു ഓയിലിൻ്റെ ഒരു ഇത് മാറിയിട്ടില്ലായിരുന്നു. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ടേപ്പാണ്. അപ്പോൾ നല്ല കളറും നല്ല ഡിസൈനൊക്കെയുള്ള ടേപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡിസൈൻ ഒന്നും ഉള്ളതല്ല ഇരിക്കുന്നത്, പക്ഷേ റെഡ് കളറിലുള്ളൊരു ടേപ്പ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. റെഡ് തന്നെ വേണമെന്നില്ല, ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ. ഇത് കളറുള്ളതാണെങ്കിൽ ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പം അതിതാ പകുതി ഭാഗം ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പകുതി ഞാൻ അകത്തേക്ക് മടക്കി വെക്കാനുള്ള രീതിയിലാണ് ഒട്ടിക്കുന്നത്. കറക്റ്റ് പകുതി വെച്ചിട്ട് സൈഡുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താ ഞാനിപ്പോൾ ഇതാ ഒട്ടിച്ചിട്ട് ഈ ഉൾഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിയതിന് ശേഷം അകത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഇനി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നമ്മുടെ കൈയൊക്കെ സൈഡിൽ കൊണ്ട് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗപ്പെടും. ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ പിന്നെ കാണാനും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഫുള്ള് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ചുകൂടെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ താഴെയോ ഒക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ സ്റ്റിക്കറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ സ്റ്റിക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. താഴെ ഭാഗവും ഇതുപോലെ റെഡ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത്രയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഉള്ള ചെറിയ പേപ്പറിൻ്റെ ചെറിയ കവർ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഗോൾഡ് മേടിക്കുന്നതായതെങ്കിലും അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനത്തെ കവർ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ത്രെഡും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഹോൾ ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നല്ല വൃത്തിയുള്ള ഹോൾ ഇടാൻ പറ്റും, ചൂടാക്കിയത് കൊണ്ട് തന്നെ. അപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഹോള് പെട്ടെന്ന് തന്നെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ത്രെഡ് ഇതിനകത്തൊന്ന് കയറ്റണം. ഇതിനകത്തേക്ക് കയറ്റി ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം ഒന്ന് കയറ്റുവാണ് അകത്തേക്ക്. അപ്പം സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് ഒന്ന് കയറ്റി എടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നൂല് ഇളകി പോകുന്നുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ. ചില നൂലൊക്കെ പെട്ടെന്ന് ഇളകിപ്പോവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഇല്ലെന്നുണ്ടെങ്കിൽ റിബൺ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇങ്ങനത്തെ പിടി ഉണ്ടാക്കി എടുക്കാം. അപ്പം ഞാനിപ്പം ഇതുള്ളത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് അത്യാവശ്യം ഭംഗിയുള്ള ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് പല ഉപയോഗങ്ങൾക്കായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കിച്ചണിലൊക്കെ ഇട്ട് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ ചെറിയ സോക്സോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു തുണികളോ പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഇതിലിട്ട് വെക്കാം കേട്ടോ. ശരി, അപ്പോൾ കുഞ്ഞു കുട്ടിയുടെ ചെറിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ യൂണിഫോമിൻ്റെ ടൈ, അതുപോലെ ബെൽറ്റ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ ഇതിലിട്ട് വയ്ക്കാം. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഭംഗി കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.